നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിൽ നിന്നുള്ള ഒരു സർക്കാർ സ്കൂൾ അധ്യാപകനെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു. ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിലെ പാകിസ്ഥാൻ ഭീകരർക്ക് അഭയം നൽകുകയും ഛത്രോ ബെൽറ്റിൽ അവർക്ക് ലോജിസ്റ്റിക് സഹായം ചെയ്തുവെന്നും ആരോപിച്ചാണ് അറസ്റ്റ്. ഇയാളെ കൂടാതെ ഒരു മാരുതി വാൻ ഡ്രൈവറായ മനീർ അഹമ്മദിനെയും അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായവർ സൈഫുള്ള ഗ്രൂപ്പിന്റെ അനുയായികളാണ്. ഇവർ മഖ്തൂർ അഹമ്മദ് തീവ്രവാദികൾക്ക് അഭയം നൽകുകയും പ്രദേശത്ത് സജീവമായ ജെയ്ഷെ ഗ്രൂപ്പിന് ഭക്ഷണവും മറ്റ് ലോജിസ്റ്റിക്കൽ പിന്തുണയും നൽകുകയും ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഛത്രുവിലെ ബീഗ്പോറ സിംഗ്പോറയിൽ നിന്നുള്ള മഷ്കൂർ മാസ്റ്റർ എന്ന മഷ്കൂർ അഹമ്മദ് എന്ന പ്രതി ഇന്ദർവാൾ സോണിലെ ഗുജ്റാരി പ്രൈമറി സ്കൂൾ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. 2004 റഹ്ബാർ ഇ തലീമിൽ അധ്യാപകനായി നിയമിതനായ അദ്ദേഹത്തെ 2009 സ്ഥിരപ്പെടുത്തി. സൂക്ഷ്മമായ അന്വേഷണത്തിലൂടെയും കൃത്യമായ നടപടികളിലൂടെയുമാണ് സ്കൂൾ അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് കിഷ്ത്വാർ പോലീസ് മേധാവി SSP നരേഷ് സിംഗ് വ്യക്തമാക്കി. 2026 ഫെബ്രുവരി 4 ഛത്രോയിലെ ദിച്ചാറിൽ നടന്ന ഏറ്റുമുട്ടലോടെയാണ് കേസ് ആരംഭിക്കുന്നത്. ഈ ഏറ്റുമുട്ടലിൽ പാകിസ്ഥാൻ ഭീകരനായ ആദിൽ കൊല്ലപ്പെട്ടു. കുത്തനെയുള്ള ചരിവ്, ഇടതൂർന്ന വനങ്ങൾ, തടസ്സമില്ലാത്ത പർവ്വത പ്രദേശങ്ങൾ എന്നിവ കാരണം ഛത്രു പ്രദേശം ഒരു ദുഷ്കരമായ ഭൂപ്രദേശമാണ്. സൈഫുള്ള ഗ്രൂപ്പുമായി 2 പ്രധാന ഏറ്റുമുട്ടലുകൾ ഇവിടെ നടന്നു. അത് നിരവധി തീവ്രവാദികളെ ഇല്ലാതാക്കിയിരുന്നു. ഒരു ഏറ്റുമുട്ടലിൽ 3 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. രണ്ടാമത്തെ ഏറ്റുമുട്ടലിൽ പ്രദേശത്ത് വിന്യസിച്ചിരുന്ന വിവിധ സുരക്ഷാ സേനകളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ 4 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. സുരക്ഷാ സേന ഈ 2 ഗ്രൂപ്പുകളെയും നിരന്തരം പിന്തുടർന്നു. പക്ഷെ അവർക്ക് പലതവണ അവരുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു. തീവ്രവാദികൾക്ക് സൂചന നൽകുന്ന ശത്രുവിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന ഓവർഗ്രൗണ്ട് വർക്കർമാരുടെ ശൃംഖലയും സ്ലീപ്പർ സെല്ലുകളുമായിരുന്നു ഇതിന് കാരണം. സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിലെ അധ്യാപകനായ മഖ്തൂർ അഹമ്മദിന് തീവ്രവാദികളുടെ ഒളിത്താവളം സുഗമമാക്കുന്നതിൽ നേരിട്ട് പങ്കുണ്ടെന്ന് പിന്നീട് സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തി. ബന്ദേയൻ നൈഗ്ദാം നിവാസിയായ മനീർ അഹമ്മദും സമാനമായ കുറ്റകൃത്യങ്ങൾക്ക് നേരത്തെ അറസ്റ്റിലായിരുന്നു. സുരക്ഷാ സേനയുടെ നീക്കങ്ങളെക്കുറിച്ച് വിവരങ്ങൾ നൽകൽ, റേഷൻ വാങ്ങൽ, ഒളിത്താവളങ്ങളിലേക്ക് കൊണ്ടുപോകൽ എന്നിവ ഉൾപ്പെടെ ലോജിസ്റ്റിക്കൽ പിന്തുണ മനീർ നൽകിയിരുന്നു. പ്രതിയുടെ വസതിയിൽ നിന്ന് കറൻസി നോട്ടുകൾ കൊണ്ട് മാല ചാർത്തിയ, ഇപ്പോഴില്ലാതാക്കിയ ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ സൈഫുള്ള ബലൂച്ചിയുടെ ഫോട്ടോ എടുത്തതായും അന്വേഷണ ഏജൻസികൾ പറയുന്നു. ഈ വർഷം ഫെബ്രുവരി 22 ഛത്രുവിൽ നടന്ന ഓപ്പറേഷൻ ട്രാഷി 1-ൽ സൈഫുള്ള ബലൂച്ചിയും 2 വിദേശ കൂട്ടാളികളും കൊല്ലപ്പെട്ടിരുന്നു. ഛത്രുവിലെ ഭീകര ശൃംഖലകളെ കുറിച്ചുള്ള ഏറ്റുമുട്ടലിന് ശേഷമുള്ള അന്വേഷണത്തിലെ പ്രധാന അറസ്റ്റാണിതെന്നും പോലീസ് പറഞ്ഞു. അറസ്റ്റിന് ശേഷം സുരക്ഷാ നടപടിയായി പ്രതിയെ കിഷ്ത്വാർ ജില്ലയിലെ പുറത്തുള്ള ഒരു ജയിലിലേക്ക് മാറ്റി. ചെനാബ് താഴ്വരയിലെ ഭീകര ശൃംഖലകൾക്കും ഭൂഗർഭ തൊഴിലാളികൾക്കുമെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന നടപടികളിലെ വലിയ വിജയമായിട്ടാണ് അറസ്റ്റിനെ സുരക്ഷാ ഏജൻസികൾ വിശേഷിപ്പിച്ചത്. അന്വേഷണം നടത്തി മുഴുവൻ ശൃംഖലയും തകർക്കുന്നത് തുടരുകയാണ് സുരക്ഷാ ഏജൻസികൾ. കിഷ്ത്വാറിന്റെ മുകൾ ഭാഗത്ത് 2 അതിലധികമോ വർഷങ്ങൾ വിദേശ ഭീകരർ എങ്ങനെ അതിജീവിച്ചത് എന്നത് ഒരു രഹസ്യമായിരുന്നു. എന്നാൽ ചിലപ്പോൾ അവർ ദോഡ, ഉധംപൂർ, കത്വ ജില്ലകളിൽ ചുറ്റുമുള്ള പർവ്വതങ്ങളിലേക്ക് മാറുകയും ചെയ്തിരുന്നു. സൈഫുള്ള ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഓവർഗ്രൗണ്ട് വർക്കർ ശൃംഖലയെക്കുറിച്ച് സുരക്ഷാ ഏജൻസികൾ അന്വേഷിച്ചിരുന്നു. എന്നാൽ സൈഫുള്ളയുടെ കൊലപാതകത്തിന് ശേഷം അന്വേഷണങ്ങൾ ശക്തി പ്രാപിച്ചു. ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ തീവ്രവാദികൾക്ക് തോക്കുചൂണ്ടി ഭക്ഷണവും വെള്ളവും മറ്റു സാധനങ്ങളും നൽകാൻ നിർബന്ധിതരായ ചില വ്യക്തികൾ ഉണ്ടായിരുന്നു. മറ്റു ചിലർ ബിരിയാണി ഉൾപ്പെടെ ദേശവിരുദ്ധർക്ക് സ്വയമേധയാ എല്ലാത്തരം സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. പൊതുസുരക്ഷാ നിയമം PSA പ്രകാരം തടങ്കലിൽ വെക്കുന്നതിനായി ചില OGWകളുടെ രേഖകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം സർക്കാർ അധ്യാപകനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള രേഖകളും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെ അന്താരാഷ്ട്ര നാർക്കോ ഭീകരവാദ ശൃംഖലയിലെ പ്രധാന കണ്ണിയും പിടികിട്ടാപ്പുള്ളിയുമായ ഇക്ബാൽ സിംഗ് എന്ന ഷെറയെ NIA സംഘം ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റഡിയിലെടുത്തു. വർഷങ്ങൾ നീണ്ട നിയമപോരാട്ടത്തിനൊടുവിൽ പോർച്ചുഗലിൽ നിന്ന് നാടുകടത്തിയതാണ് ഇയാളെ ഇന്ത്യയിലെത്തിച്ചത്. ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരർക്ക് സാമ്പത്തിക സഹായം എത്തിക്കുന്നതിൽ ഇയാൾ നിർണായക പങ്ക് വഹിച്ചിരുന്നു. അമൃത്സർ സ്വദേശിയായ ഷെഹ്റ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് മാഫിയയുടെ ഇന്ത്യയിലെ പ്രധാന ഏജന്റായിരുന്നു. പാകിസ്ഥാനിൽ നിന്നും പഞ്ചാബ് അതിർത്തി വഴി ഹെറോയിൻ ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകൾ ഇന്ത്യയിലേക്ക് കടത്തുകയായിരുന്നു ഇയാളുടെ രീതി. ലഹരി മരുന്ന് വിൽപ്പനയിലൂടെ ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപ ഹവാല വഴി കാശ്മീരിലെ ഹിസ്ബുൾ ഭീകരർക്കും അവരുടെ പാക് ഹാൻഡിലർമാർക്കും ഇയാൾ കൈമാറി. ലഹരിക്കടത്തിനായി പഞ്ചാബ് കേന്ദ്രീകരിച്ച് വിപുലമായ ഒരു ക്രിമിനൽ സംഘത്തെ തന്നെ ഷെറ നിയന്ത്രിച്ചിരുന്നു. 2020 ഹിസ്ബുൾ കമാൻഡർ നിയാസ് നായിക്കുവിന്റെ സഹായി ഹിലാൽ അഹമ്മദ്
ഷർഗോജ്രി പിടിയിലായതോടെയാണ് ഈ ശൃംഖലയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നത്. ഹിലാലിൽ നിന്ന് 29 ലക്ഷം രൂപയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് 32 ലക്ഷം രൂപയും കണ്ടെടുത്തു. ഈ പണമിടപാടുകളുടെ സൂത്രധാരൻ ഷെറയാണെന്ന് NIA കണ്ടെത്തിയതോടെയാണ് ഇയാൾ വിദേശത്തേക്ക് കടന്നത്. ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ച ഷെറയെ വിട്ടു നൽകാൻ പോർച്ചുഗീസ് സർക്കാരിനുമേൽ ഇന്ത്യ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. നർക്കോ തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ NIA നേടിയ വലിയ വിജയമായാണ് ഈ അറസ്റ്റ് വിലയിരുത്തപ്പെടുന്നത്. കനത്ത സുരക്ഷയിൽ NIA ആസ്ഥാനത്തെത്തിച്ച ഷെറയെ വിശദമായ ചോദ്യം ചെയ്യും. ഇതോടെ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ ഭീകരബന്ധങ്ങളും ലഹരിക്കടത്ത് ശൃംഖലകളും വെളിച്ചത്ത് വരുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.